So students, എൻ്റെ പേര് അഖിൽ ടി എസ്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഘടനയെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് 5 കോമ്പോണൻസിനെ കുറിച്ചാണ്. ബേസിക് കോമ്പോണൻസ്, അതായത് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, കൺട്രോൾ. സോ നിങ്ങളിപ്പോൾ നോക്കുമ്പം സെയിം തന്നെ വരാം, കാരണം ആ 5 ബേസിക് കോമ്പോണൻസ് ഉള്ള ആദ്യത്തെ 3 തന്നെയാണ് വീണ്ടും ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഇൻപുട്ട് ഡിവൈസ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് ഡിവൈസ്. പേരിന് കുറച്ച് മാറ്റുന്നുള്ളൂ. ഓക്കെ. സോ ആദ്യത്തേത് ഇൻപുട്ട് ഡിവൈസസ്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്, അതായത് ഡിജിറ്റൽ ഡാറ്റ. അതാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്, അതായത് സീറോസ് ആൻഡ് വൺസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡാറ്റാസ്, കറണ്ട്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത്. പക്ഷെ നമുക്ക് അറിയുന്നത് ലാംഗ്വേജസ് ആണ്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുഗു എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ് ആണ്. സോ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇൻഫർമേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് ചെയ്യണം. സോ ഈ ഒരു പ്രക്രിയ ചെയ്യുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്. സോ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ CPU തന്നെയായിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിലാണ് എല്ലാ ഹാർഡ്വെയറുകളും വെച്ചേക്കുന്നത്. അതായത് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യേണ്ട എല്ലാ ഹാർഡ്വെയർസും പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ക്യാബിൻ, അല്ലെങ്കിൽ ഒരു കൂടാരം, ഒരു പെട്ടി എന്നൊക്കെ പറയാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ ഇതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ പവർ സപ്ലൈ, പിന്നെ മദർ ബോർഡ്, പ്രോസസ്സേഴ്സ്, ഹാർഡ് ഡിസ്ക്, എല്ലാം ഇതിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ. സോ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടില്ലേ, ഈ ഇൻപുട്ട് ഇൻഫർമേഷൻ അവിടെ എത്തുമ്പോഴേക്കും ഡിജിറ്റലി കൺവേർട്ടായി അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇതും കൂടെ ഉണ്ടാവില്ല, അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ അതും കൂടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിലോട്ട് ഡാറ്റ വിടുന്ന അത്രയും വരെ ചെയ്യുന്ന ആൾക്കാരെയാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ CPUയിലുള്ള കുറച്ച് കമ്പോണൻസിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളെക്കുറിച്ച്. അതായത് ആദ്യത്തേന്ന് പറയുന്നത് മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഭാഗം. സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പൊസിഷൻ. അതെന്ന് പറയുന്നത് നമ്മൾ 2 തരത്തിലാണ് നമ്മൾ തരംതിരിച്ചേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി എന്നും, രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറി. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രൈമറി മെമ്മറി. എന്താണ് പ്രൈമറി മെമ്മറി എന്നാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഒരു വോൾട്ടൈൽ മെമ്മറി സിസ്റ്റമാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി സിസ്റ്റം. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ സേവ് ചെയ്യുന്നില്ല ഡാറ്റ അതിൽ. അപ്പം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു വേർഡ് തുറന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ സേവ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്തില്ല, അതിന് മുമ്പ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ആ ഒരു വർക്കിംഗ് പ്രോസസ്സ് അതൊക്കെ ചെയ്യുന്നത് ഈ പ്രൈമറി മെമ്മറി സിസ്റ്റത്തിലാണ്. ഓക്കെ. സോ നമ്മൾ ഈ പ്രൈമറി മെമ്മറി സിസ്റ്റം എന്ന് പറയുമ്പം മറ്റേ ഹാർഡ് ഡിസ്ക് പോലെ അല്ലെങ്കിൽ സെക്കൻഡറി ഡിവൈസുകൾ പോലെയല്ല. നമ്മളൊരു സ്റ്റിക്കാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടാൽ അറിയാം, ഒരു സ്റ്റിക്ക് പോലെയാണ്, റാമാണ്. സോ ഇതിലിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ പലതരം റെസിസ്റ്റേഴ്സും ഡയോഡ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ ഉണ്ട്. സോ ഇതാണ് ഈ ഫ്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്മറി ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. സോ ഈ പ്രൈമറി മെമ്മറി സിസ്റ്റത്തിൽ വരുന്ന ആദ്യത്തെ ഒരു കമ്പോണൻ്റ് ആണ് റാൻഡം ആക്സസ് മെമ്മറി. അതായത് പേര് പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുമ്പോൾ മാത്രം അക്സസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് എത്ര പ്രോസസ്സുകൾ, മീൻസ് എത്ര പ്രോഗ്രാംസുകൾ അറ്റ് എ ടൈമിൽ റൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത് നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റി വെച്ചാണ്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ചേട്ടാ റാം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ, മീൻസ് കമ്പ്യൂട്ടർ വേണ്ട, മൊബൈൽ നിങ്ങൾ മേടിക്കാൻ പോയിട്ടില്ലേ, അപ്പം മൊബൈൽ നമ്മൾ മേടിക്കുമ്പം എത്ര GB റാം ആയിട്ടാ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, എത്ര GB റാമാണ്, ഹൗ മച്ച് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നില്ലേ. സോ ഈ റാം എന്തിനാന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് എത്ര പ്രോഗ്രാംസ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പം ഫോണിൻ്റെ കേസ് തന്നെ എടുത്ത്, ഇപ്പം നമ്മൾ വാട്സപ്പ് എടുത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊന്ന് പാട്ട് കേൾക്കണം. വീണ്ടും മിനിമൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ക്ലോസ് ചെയ്ത് തന്നെ മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യൂട്യൂബ് എടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഗാലറി തുറക്കണം തോന്നുന്നത്. സോ അങ്ങനെ പോകുന്നു. സോ ഈ പെട്ടെന്ന് തുറക്കുന്നു, ഹാങ് ആവാതെ അത് ഈ പ്രോസസ്സുകളെ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ റാമാണ്. സോ നമുക്ക് നമ്മൾ അടുത്ത് നോക്കാൻ
സെഗ്മെൻ്റ് എന്ന് പറയുന്നത് റോം, റീഡ് ഓൺലി മെമ്മറി. ഇതും നമ്മുടെ പ്രൈമറി മെമ്മറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മീൻസ് നമ്മൾ പവർ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ സിഗ്നൽ പോകുന്നത് നമ്മുടെ ഈ ഒരു മെമ്മറിയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു മെമ്മറിയിലോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മെമ്മറി തീരുമാനിക്കുക, അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആക്കുന്നത്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസും ഉണ്ട് ഉബുണ്ടും ഉണ്ട്, രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുള്ളൂ, അല്ലേ? സോ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്ന ആരാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവിടം വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. സോ ഈ ഒരു മെമ്മറി സിസ്റ്റത്തെയാണ് നമ്മൾ റോം എന്ന് വിളിക്കുന്നത്. എല്ലാ ഡിവൈസിലും ഈ റോം സിസ്റ്റം ഉണ്ട്. ഈ റോം സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൂട്ടപ്പ് ലോഡർ എന്നാണ്, അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്നാണ് ഇതിനെ വേറൊരു പേര് വിളിക്കുന്നത്. നമ്മൾ തുറന്ന് വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പോണൻറ്റ് ആണ് ഇത്. ഇതിന് പ്രത്യേകിച്ച് അത്ര വലിയ മെമ്മറി ഒന്നുമില്ല, അതായത് അത്ര MB GB അങ്ങനത്തെ ഒന്നും കപ്പാസിറ്റി ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പ്രോഗ്രാംസ് ആണുള്ളത്. അതായത് തുറന്നു വരുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ക്രാഷ് ആയാൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസോ അല്ലെങ്കിൽ ഉബണ്ടുവോ ഏതാണെങ്കിൽ പോലും ക്രാഷ് ആയി കഴിഞ്ഞാൽ എന്ത് സിഗ്നൽസ് കാണിക്കണം എന്നുള്ള പറയുന്നതാണ് ഇത്. നിങ്ങളിപ്പം ചില പഴയ കമ്പ്യൂട്ടറിൽ കണ്ടാൽ അറിയാം, കുറച്ചും കൂടെ പഴയ ഒരു 2000-ത്തിനടുത്ത് കമ്പ്യൂട്ടർ ഉള്ള 2000 വർഷത്തിൻ്റെ അടുത്തുള്ള കമ്പ്യൂട്ടറുകൾ കണ്ടാൽ അറിയാം, അത് തുറക്കുമ്പോൾ തന്നെ ലോഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. സോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷനാണ്. സോ അത് ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ റോം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സെക്കൻഡറി മെമ്മറി. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയാൽ പോലും അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി സിസ്റ്റം. സോ ഈ മെമ്മറി സിസ്റ്റത്തിനാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ റാം പറഞ്ഞു, റാം എന്ന് പറഞ്ഞാൽ റൺ ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. റൺ ടൈം ചെയ്ത് കഴിഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുമ്പം അത് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഡിവൈസുകളാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്തും ആവാം, ഒരു SSD ആവാം, ഹാർഡ് ഡിസ്ക് ആവാം, CD ആവാം, പെൻഡ്രൈവ് ആവാം, ഇതിപ്പം മാഗ്നറ്റിക് ടേപ്പ് വരെ ആവാം. അതായത് നമ്മുടെ കാസറ്റ് വരെ നമുക്ക് സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കാം. പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഏതൊരു മെമ്മറി സിസ്റ്റത്തിനെയും നമ്മൾ സെക്കൻഡറി മെമ്മറി സിസ്റ്റം എന്ന് വിളിക്കും. സോ നിങ്ങൾക്കൊരു ചോദ്യം വരാം, നമുക്ക് റാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്? പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, റാമിന് ഞാൻ പറഞ്ഞു, അതായത് കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്, പിന്നെ അതിൽ ചെറിയ പ്രോഗ്രാമുകൾ IC ഒക്കെ ഉള്ളതുകൊണ്ട്. സോ അത് എക്സ്പെൻസീവാണ്. റാം എപ്പോഴും എക്സ്പെൻസീവാണ് കമ്പാരിറ്റീവ്ലി സെക്കൻഡറി മെമ്മറി സിസ്റ്റം. അതേ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ കേട്ടോ, ഇപ്പോൾ 1 GB റാം എന്നൊക്കെ പറയുമ്പം 1 GB റാമിനും 1 GB ഹാർഡ് ഡിസ്കിനും രണ്ടിനും പ്രൈസ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം സോ അതെന്താണെന്ന് വെച്ചാൽ, സെക്കൻഡറി ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് CDസും പിന്നെ മാഗ്നറ്റിക് ടേപ്പുകളാണ്. അതായത് ഒരു വട്ടം റൈറ്റ് ചെയ്ത ഡാറ്റാസ് പിന്നെ റീറൈറ്റ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് സമയം വരും. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് ആയിട്ട് ഒരു ഡാറ്റ റൈറ്റ് ചെയ്യുന്ന സംഭവം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി സ്റ്റോറേജിൻ്റെ വെച്ച് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ അത് അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. നമുക്ക് എത്ര വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാം. അധികം ഫണ്ടും വരില്ല, അധികം ചിലവും വരാത്തൊരു ഇതാണ് സെക്കൻഡറി. സോ നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാഗ്നറ്റിക്കും ഒന്ന് ഒപ്റ്റിക്കലും. മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മാഗ്നറ്റിക് ടേപ്പ്, ഫ്ലോപ്പി ഡിസ്ക്, CDs ഇതൊക്കെയാണ് മാഗ്നറ്റിക്. അതായത് മാഗ്നറ്റിക് കോമ്പോണൻറ്റ് വെച്ച് ഈ ഒരു ഇതിലോട്ട് റൈറ്റ് ചെയ്യുന്ന പ്രക്രിയ, അതാണ് മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് ഡാറ്റ, അതായത് അത് CDസിലോട്ട് റൈറ്റോ അങ്ങനെ കാര്യം ചെയ്താൽ ഒരു ഒപ്റ്റിക്കൽ ഇൻഫർമേഷനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ 0s and 1s ആയിട്ട് അത് ഒരു ICയിലോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോഗ്രാമുള്ള എന്തെങ്കിലും ഡിവൈസിലോട്ടോ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്, അതിനെയാണ് ഒപ്റ്റിക്കൽ എന്ന് വിളിക്കുന്നത്. ഒപ്റ്റിക്കൽ റീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ USB മെമ്മറി, നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വരും, SSD ഇതൊക്കെയാണ് അത് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്.
ഒരു കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിലാണ് എല്ലാ ഡാറ്റാസും എല്ലാ പ്രക്രിയകളും അവസാനം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഡയറി എഴുതൂലേ, അതെങ്ങനെയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക കമ്പ്യൂട്ടറിൻ്റെ ഡയറി എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളും നമ്മൾ സേവ് ചെയ്യുന്ന മെത്തേഡ്സും ഫങ്ഷൻസും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് റീറൈറ്റബിൾ ആണ്. അതിലുള്ള ഡാറ്റാസ് നമുക്ക് ഒരു വട്ടം സേവ് ചെയ്ത ഡാറ്റ നമുക്കത് ആക്സസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് റീറൈറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അടുത്തുനിന്ന് നോക്കാൻ പോകുന്നത് കോമ്പാക്ട് ഡിസ്ക്, അതായത് CD. ഒരു CD-ൻ്റെ കപ്പാസിറ്റി എപ്പോഴും 650 to 700 MB ആയിരിക്കും. നമ്മുടെ DVD അല്ല, DVD എന്ന് പറയുന്നത് വേറെയാണ്, അത് അടുത്തതിൽ പറയാം. ഇതിപ്പോൾ CD-ൻ്റെ കേസിൽ വരുമ്പോൾ 700 MB വരെയാണ് മാക്സിമം അതിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. കൂടാതെ ഇത് ഒരു വട്ടം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു വട്ടം അതിലോട്ട് ഒരു ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതിൽ നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. സോ അടുത്തതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്, അതായത് DVD. CD-നെ പോലെ തന്നെയാണ് എല്ലാ ഫങ്ഷൻസും, പക്ഷേ DVD-ക്ക് കുറച്ചും കൂടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. സോ ഇതിലെന്ന് പറയുന്നത് റീറൈറ്റബിൾ സാധ്യമല്ല. നമ്മൾ ഒരു വട്ടം ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റ നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഘടനയെ കുറിച്ചാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഒരു ഇൻപുട്ട് ഡിവൈസുകളുണ്ടാവും. അത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ CPU-യിലോട്ട് കൊടുക്കും. സോ അവിടെ എന്ത് നടക്കുന്നത് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഈ അരിത്മെറ്റിക് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ മെമ്മറി ആയിട്ടുള്ള ലിങ്ക് ചെയ്ത്, ഇപ്പം എന്തെങ്കിലും മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ എടുത്ത് നമുക്ക് ഔട്ട്പുട്ട് തരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സിനിമ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെച്ചോ. നമ്മൾ കമ്പ്യൂട്ടർ തുറന്നു, നമ്മളെ മൗസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് കൊണ്ട് നമ്മൾ നമ്മുടെ എവിടെയാണോ നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ പോയി. സോ അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മൗസ് അനക്കുമ്പോൾ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. സോ ആ ഇൻഫർമേഷൻ പകരം നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യും. സോ എന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ മെമ്മറിയിലോട്ട് ഇൻഫർമേഷൻ പോകും. സോ ഇനി ഇതാണ് പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതെടുക്കുന്നു, നമ്മുടെ കൺട്രോൾ യൂണിറ്റുകൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, നേരെ നമുക്ക് അതിനെ വിഷ്വലായിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വിഷ്വലായിട്ട് നമുക്കുള്ള ഒരു ഔട്ട്പുട്ട് കാണിക്കുന്നു. സോ ഈ ഒരു പ്രക്രിയ അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഈ അരിത്മെറ്റിക് കൺട്രോൾ യൂണിറ്റ് ALU എന്ന് വിളിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസും എല്ലാം ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. നമ്മുടെ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇനിയിപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും എല്ലാം അതൊക്കെ ചെയ്യുന്ന ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. നമ്മുടെ ഈ കൺട്രോൾ യൂണിറ്റാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നേരത്തെ നമ്മുടെ UPS-ലോട്ട് ഇൻഫർമേഷൻ കൊടുത്തു. സോ ഇത് ഡാറ്റാസ് എങ്ങോട്ടൊക്കെ ഒഴുകണം അല്ലെങ്കിൽ ആരൊക്കെ എപ്പോഴൊക്കെ പോകണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ്. സോ നമുക്കറിയാം ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്താ പറയുക ഹ്യൂമൻ റീഡബിൾ ആയിട്ട് കമ്പ്യൂട്ടറിന് ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഡിവൈസുകളെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കുന്നത്.